ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് വയനാട്ടിലെ പൊഴുതനയ്ക്കടുത്തുള്ള ടീ മ്യൂസിയം കാണാനാണ്. അച്ചൂർ ടീ മ്യൂസിയമാണ്. നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് നടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുള്ള ഒരു പഴയൊരു ബുള്ളറ്റാണ്. 2018 ടീ മ്യൂസിയം ഓപ്പൺ ആയത്. എൻട്രി ഫീസ് ഒരാൾക്ക് 50 രൂപയാണ്. ചായയുടെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ബോർഡാണിത്. ഇന്ത്യയിൽ എങ്ങനെയാണ് ചായ എത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ബോർഡിൽ. തേയില ഇലയിൽ നിന്നും ഒരു കപ്പ് ചായയായി വരുന്നതിന് ഇടയിലുള്ള പ്രോസസ്സിനെ പറ്റിയാണ് ഈ ബോർഡിൽ വിവരിക്കുന്നത്. തേയില ഇലയിലെ ജലത്തിന്റെ അളവ് പരിശോധിക്കുന്ന ഉപകരണമാണിത്. ചായയുടെ ഉത്ഭവത്തെ പറ്റിയും അതിൻ്റെ ഇന്നത്തെ രീതിയിലുള്ള ഉപയോഗത്തെ പറ്റിയും ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് ശുദ്ധജലം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന പാനീയമാണ് ചായ. പുരാതന കാലത്ത് ചൈനയിൽ നിന്നും യൂറോപ്പിലേക്കും റഷ്യയിലേക്കും തേയില വ്യാപാരത്തിനായി കൊണ്ടുപോയതിൻ്റെ റൂട്ട് മാപ്പാണ്. അച്ചൂർ ടീ എസ്റ്റേറ്റ് 100 വർഷമായതിനെ സൂചിപ്പിക്കുന്ന ബോർഡാണിത്. ഇതൊരു പഴയ മൺഭരണിയാണ്. 1773 ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ചുള്ള ബോർഡും നമുക്കിവിടെ കാണാം. വിറക് കത്തിച്ച് പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു കുക്കിംഗ് ഓവനാണിത്. തെക്ക് പടിഞ്ഞാറൻ ചൈനയുടെയും വടക്കൻ മ്യാൻമാറിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച കാമലിയ സിനൻസിസ് എന്ന കുറ്റിച്ചെടിയുടെ ഇലയാണ് തേയില. ഒറ്റ നോട്ടത്തിൽ പഴയൊരു ടൈപ്പ് റൈറ്റർ ആണെന്ന് തോന്നുമെങ്കിലും ഇത് പഴയൊരു കാൽക്കുലേറ്ററാണ്. പഴയകാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു വാട്ടർ ഫിൽട്ടറാണിത്. തേയില കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികകളാണിത്. തേയില ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അച്ചൂർ ടീ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ചാർട്ടാണിത്. ഫാക്ടറിയിലെ എംപ്ലോയീസിന്റെ പഞ്ചിങ് കൂടെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ക്ലോക്കായിരുന്നു ഇത്. എംപ്ലോയീസ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്ന് ഇതിൽ നിന്ന് കണക്കാക്കാമായിരുന്നു. ചായ ഇലയിൽ നിന്നും ചായപ്പൊടിയിലേക്ക് മാറുന്നതിന് ഇടയിലുള്ള വിവിധ പ്രോസസ്സുകളിൽ തേയിലയുടെ ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സോയിൽ ഓഗറും സബ്സോയിൽ ഇഞ്ചക്ടറുമാണിത്. തേയില ഇലയിൽ കീടനാശിനി പ്രയോഗത്തിനുള്ള വിവിധ തരം മെഷീനുകളാണിത്. പഴയകാലത്ത് ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നൊരു സമാവറും നമുക്കിവിടെ കാണാം. പഴയ റേഡിയോകളാണിത്. പഴയകാലത്തെ കാൽക്കുലേറ്റർ, VCR, VCP, കാസറ്റ് ഇടുന്ന മ്യൂസിക് സിസ്റ്റം, TV, ടൈം പീസ്, കമ്പ്യൂട്ടർ മോണിറ്റർ എന്നിവയെല്ലാം നമുക്കിവിടെ കാണാം. പലതരത്തിലുള്ള മെഷീൻ ഭാഗങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള വെയിങ് ബാലൻസുകളാണിത്. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു ടീ ഷോപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ തരം ചായകൾ ഇവിടെ ലഭ്യമാണ്. ഫ്ലോറും സീലിംഗും മരം കൊണ്ട് നിർമ്മിച്ച ഒരു വിശാലമായ ഹാളാണിത്. പലതരത്തിലുള്ള ചായപ്പൊടികൾ ഇവിടെ ലഭ്യമാണ്. ഞാനും ഒരു ചായക്ക് ഓർഡർ ചെയ്തു. നല്ല ഒന്നാം തരം ചായയായിരുന്നു. ഇവിടെ ഒരുക്കിയിരിക്കുന്ന സീറ്റുകളും വ്യത്യസ്തമാണ്. നിലത്തിരുന്നു കൊണ്ട് ചായ കുടിക്കുവാനുള്ള സൗകര്യമുണ്ട്. പലതരത്തിലുള്ള ചായകൾ ടേസ്റ്റ് ചെയ്തു നോക്കുവാനുള്ള അവസരം നമുക്കിവിടെ നിന്നും ലഭിക്കും. പലതരത്തിലുള്ള ചായ ജഗ്ഗുകളും മറ്റുമാണിത്.
ടീ മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം.